ഒരു കൊച്ചുമോള് വഴിയിൽ നിൽക്കുമ്പോ തങ്ങള് ചോദിക്കണ്ട്, മോളെന്ത് എവിടെ നിൽക്കണത്? ഞാനൊരു അടിമപ്പെണ്ണ. എന്റെ യജമാനൻ 2 ദിർഹം എന്റെ കയ്യിൽ തന്നിട്ട് സാധനം വാങ്ങാൻ വെച്ചതാ, നഷ്ടപ്പെട്ടു, മിസ്സായി. അതിനാണോ കരയണത്? എടുത്തു കൊടുത്തു 2 ദിർഹം. കരച്ചിൽ അടങ്ങിയിട്ടില്ല. പിന്നെ എന്തിനാ മോള് കരയണത്? എന്തിനാ പിന്നെയും കരയണത്? അത് കുറെ സമയമായി നഷ്ടപ്പെട്ടിട്ട് പരതം തുടങ്ങിയിട്ട്. സമയമേറെ ആയതുകൊണ്ട് വീട്ടുകാര് അഹാഫൂനി അവരെന്നെ അടിക്കുമെന്ന് പേടിയുണ്ട്. മോളെ വീട് എവിടെ? കുറച്ചകലെയാ. വരി. നടന്നു വെയിലത്ത് നടക്കാൻ തുടങ്ങി. നടന്നു ഒരു സഹാബിയുടെ വീട്ടിലെത്തി. ഇതാണ് വീട് എന്ന് പറഞ്ഞെടുത്തപ്പോ സലാം പറഞ്ഞു. മടക്കണ കേൾക്കണില്ല. 2ാമത് പറഞ്ഞു, മടക്കുന്ന കേൾക്കുന്നില്ല. 3ാമത് പറഞ്ഞപ്പോ സഹാബി ഉറക്കെ മടക്കിയിട്ട് പുറത്തേക്ക് പറഞ്ഞു. എന്നിട്ടും മടക്കിയ സഹാബി പറഞ്ഞു, നബിയെ, 1ാമത്തെ 2ാമത്തെ സലാം നമ്മൾ മടക്കിയിട്ടുണ്ട്. പിന്നെ തങ്ങളുടെ ദുആ കുറെ ഇട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് 1ാമത്തെ 2ാമത്തെ കുറച്ച് സൗണ്ട് കുറച്ചതാ. 3ാമത്തതും കൂടി അങ്ങനെ ആയാലും തങ്ങൾ തിരിച്ചു പോകുമല്ലോ, ആരും ഇല്ലാന്ന് വിചാരിച്ചിട്ട്. തങ്ങൾ എന്താ വന്നത്? ഈ കുട്ടി നിങ്ങളെ വീട്ടിലെ അടിമപ്പെണ്ണ് അല്ലെ? 2 ദിർഹം കൊടുത്തിട്ട് സാധനം വാങ്ങാൻ അയച്ചതായിരുന്നു അല്ലേ? അതെ. അത് മിസ്സായിട്ട് ഞാൻ കൊടുത്തു. പിന്നെ ആ മോള് കരയുണ്ട്. നിങ്ങള് ഈ കുട്ടി ലേറ്റ് ആയതിന് അടിക്കോന്ന് പേടിച്ചിട്ട് കരയുന്നുണ്ട്. അതെ, ആ മോളെ അടിക്കല്ലേന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. അതാ നമ്മളെ നേതാവ്. ആർക്കും വേദന ഉണ്ടാക്കരുതെന്ന് ചിന്തിച്ച നേതാവ്.